എൻ്റെ ഭാര്യ ശ്രീമതി നിർമ്മല വിൽപ്പട്ടന് വളരെ ആകസ്മികമായിട്ട് ഒരു അപകടം ബാധിച്ചതിനെ തുടർന്നാണ് ചികിത്സയ്ക്ക് വേണ്ടി ഈ ആശുപത്രിയിൽ വന്നത്. ആ അവസരത്തിലാണ് ഈ ആശുപത്രിയുടെ കഴിഞ്ഞകാല ചരിത്രത്തെ സ്മരിക്കുന്നതിനും അവയിലൂടെ പ്രയാണം ചെയ്യുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കരയറ്റുന്നതിനും ഇടവന്നു. ഈ ആശുപത്രിയെപ്പറ്റി നാം ഓർക്കുമ്പോൾ ഒരുപാട് പരിമിതികളുടെ നടുവിൽ കഠിനമായ അധ്വാനത്തോടും ദൈവാശ്രയത്തോടും കൂടെ പണിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ ഇടമായിട്ട് ആതുരാലയമായിട്ട് നാം കാണുകയാണ്. അറിയാം, നമ്മുടെ മില്ലേനിയം ആഘോഷിച്ച അവസരത്തിൽ മഹായിടവകയിൽ ആകമാനം ഒരു നവോത്ഥാനം ഉണ്ടായി. അത് ആത്മീക രംഗത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും പ്രത്യേകമായിട്ട് നമ്മുടെ മെഡിക്കൽ രംഗത്തിലും ഒരു പുതുപ്പിൻ്റെ കാലഘട്ടമായിട്ട് പരിണമിക്കുന്നതിനിട വന്നു. ഈ ആശുപത്രിയിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ അന്ന് തുടങ്ങിയ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച ആ സ്ഥാനത്തിൽ വെറും ഒരു ക്ലിനിക്ക് മാത്രമായി നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന പീഠത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. അഭിവന്യ ഗ്ലാസിൻ തിരുമയുടെ കാലത്ത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ബെനറ്റ് എബ്രഹാം അവരുടെ പ്രത്യേകമായിരിക്കുന്ന താല്പര്യപ്രകാരം പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച ഒരു സ്വപ്ന പദ്ധതിയായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിനെ കാണുകയാണ്. ആവശ്യമായിട്ടുള്ള വസ്തുവോ അതിന് ആവശ്യമായിരിക്കുന്ന മറ്റ് ക്രമീകരണങ്ങളോ ധനപരമായോ ഒന്നുമില്ലാതിരുന്ന ആ അവസരത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് മണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായ മെഡിക്കൽ കോളേജിലേക്ക് നാം പോകുക എന്നുള്ള ആ ദൈവികമായിരിക്കുന്ന ദർശനം നിശ്ചയമായിട്ട് ഒരു സ്വപ്നം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരുപാട് ദിനരാത്രങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ വിവിധ തിരുമേനി പല അവസരങ്ങളിൽ ഞാനും ഈ ഭാഗത്തിൽ വന്ന് പല പല പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിന് ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിൽ വസ്തു വാങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കുന്നതിന് ഒരു ധനപരമായിട്ടുള്ള നമുക്ക് സാധ്യതകളില്ലാതിരുന്ന വേളയിൽ ഒരുപാട് വഴികളിലൂടെ നാം ബാങ്ക് ലോൺ വഴി ഈ പണം സമ്പാദിച്ചതും അതുപോലെ തന്നെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ ആളുകളിൽ നിന്ന് ഇവിടെ ഈ വസ്തു വാങ്ങുന്നതിനൊക്കെ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നാം ആരംഭിച്ച ഓരോ കാര്യങ്ങളും MBBSഉം അതിനനുബന്ധമായിരിക്കുന്ന എല്ലാ കോഴ്സുകളും അത് കാലാകാലങ്ങളിൽ നടത്തപ്പെടുകയും ഇന്ന് ഒരു വ്യത്യസ്തമായ നിലയിൽ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ നമ്മുടെ ഇവിടെ ആയിരുന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നാം വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ നിലയിലേക്ക് നമ്മുടെ കോളേജും അതൊക്കെ നടന്ന് നീങ്ങുകയാണ്. എല്ലാ രംഗങ്ങളിലും ഒരു പ്രത്യേകത ഈ ആശുപത്രിയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അർപ്പണബോധമുള്ള ഈ വ്യത്യാസം കാണുന്നു. വിശേഷിച്ച് ഏറ്റവും നല്ല വൃത്തിയുള്ള കെട്ടിടവും ഇതിൻ്റെ ചുറ്റുപാടുകളെയും ഒക്കെ നാം ഇവിടെ ദർശിക്കുകയാണ്. ഏറ്റവും ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന 90% ആളുകളെല്ലാം ഏറ്റവും സാധുക്കളായ ആളുകളാണ്, സാധാരണക്കാരായ ആളുകളാണ്. ഈ സാധാരണക്കാരായ ഇതിന് ചുറ്റുപാടുമുള്ള നമ്മുടെ ജനം ഇവിടെ വരികയാണ്. ഇതൊരു സൗഖ്യദായക ഇടമായിട്ട് നാം ഇതിനെ കാണുകയും അങ്ങനെ ഇവിടെ വരികയും ചെയ്യുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ ഏറ്റവും ശക്തമായ ഒരു മുഖമുദ്രയായ ഈ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ നാം സവിശേഷമായിട്ട് ഓർക്കുകയാണ്.
ഈ സ്ഥാപനത്തിൽ അദ്ദേഹം വന്നു ചേർന്ന സമയം മുതൽ തന്നെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ഒരുപക്ഷെ കഠിന അധ്വാനങ്ങളും ഈ സ്ഥാപനത്തിന് ഇന്ന് കാണുന്ന ഈ മുഖച്ഛായയിൽ വന്നെത്തുന്നതിന് ഇടവന്നു. അത് സന്തോഷപൂർവ്വം ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്. വിശദമായിട്ട് ഈ സ്ഥാപനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഒരു ഹീലിംഗ് ഇവിടെ നടക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഒന്ന്, ഇത് ആത്മാവിൻ്റെ ഒരു സൗഖ്യദായക ശുശ്രൂഷ, എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബെനറ്റിൻ്റെ കൃത്യമായ കരുതൽ ഇവിടെ എല്ലാ രംഗങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ നാടുകളിൽ എല്ലാ ദിവസവും ഈ ചാപ്ലിൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഓരോ സഭകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആഹാരം കൊണ്ടുവരികയും അത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് ഇത് നടത്തപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വലിയ സേവനമുണ്ട്. പ്രാർത്ഥന നടക്കുക, ആരാധന നടക്കുക. എല്ലാ രംഗങ്ങളിലും ഇങ്ങനെയുള്ള ഒരു നല്ല പ്രചോദന ശക്തി എല്ലാ രംഗങ്ങളിലും ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന നല്ല ആത്മീക, ധാർമ്മിക, സൗഖ്യദായക ശുശ്രൂഷ നടത്തപ്പെടുന്നു. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. പലതരത്തിലുള്ള സാമൂഹ്യ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ ദൗത്യം ശരിയായിട്ട് നാം കണ്ടറിഞ്ഞ് വിശേഷമായിട്ട് ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെ ദേശ ലക്ഷ്യങ്ങളിലേക്ക് ഉയരുന്നതിന് നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ഒരു ചൂണ്ടുപലകയായിട്ട് തീരണം എന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിരിക്കും ദൈവകൃപ നമ്മുടെ മഹായിടയ്ക്കും പ്രത്യേകിച്ച് ആശുപത്രി ഈ കൗൺസിലിന് വിശേഷമായിട്ട് ഡോക്ടർ ബെനറ്റ്